നമസ്കാരം. നമ്മൾ ഈ മാർച്ചിൽ നടക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയുടെ രജിസ്ട്രേഷൻ നമ്മൾ +1 ഇംപ്രൂവ്മെന്റ് കമ്പാർട്ട്മെന്റിൽ +2 ഇത് 3 ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് +1 കൂടി ബാക്കിയുള്ളത്. നമ്മൾ നേരത്തെ എത്ര കുട്ടികളിലാണോ ചലാൻ അടച്ചത് അത്ര കുട്ടികൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത എണ്ണം തുല്യമാണോ എന്ന് നോക്കാൻ നമുക്ക് HSC പോർട്ടലിലെ ഡാഷ്ബോർഡ് നോക്കുക, അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ സീരിയൽ നമ്പർ നോക്കിയാൽ മതി. എന്നാൽ നമ്മൾ എത്ര സബ്ജക്റ്റിനാണ് നമ്മൾ നേരത്തെ ചലാൻ അടച്ചിട്ടുള്ളത് ആ എണ്ണവും നമ്മൾ HSC പോർട്ടലിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത എണ്ണവും അത് നമ്മൾ ഈക്വൽ ആണോ നമുക്കൊന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്കത് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം ഡാറ്റ കിട്ടുവാനും അതോടൊപ്പം ഓരോ സബ്ജക്റ്റിനും എത്ര കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡാറ്റയൊക്കെ കിട്ടുവാൻ സഹായിക്കുന്ന ഒരു എക്സൽ ഫയലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് അങ്ങനെ ഉപയോഗിക്കാം. ആ എക്സൽ ഫയൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ HSC പോർട്ടലിൽ നിന്ന് ഈ 3 ചെക്ക് ലിസ്റ്റും സെക്കൻഡ് ഇയറിൻ്റെയും അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും കമ്പാർട്ട്മെൻറ്റിൻ്റെ ഈ 3ൻ്റെയും ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫയൽ നെയിം റീനെയിം ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫയൽ നെയിം തന്നെ കീപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ നിന്ന് എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. ഇവിടെ എനേബിൾ കണ്ടന്റ് കൊടുക്കുന്നു. അതിനുശേഷം ഡാറ്റ ടാബിൽ പോവുക. അതിനുശേഷം ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം ഡാറ്റ എന്ന ഈ ഗ്രൂപ്പിൽ നിന്ന് ഗെറ്റ് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡാറ്റ സോഴ്സ് സെറ്റിങ്സ് എടുക്കുക. ഇവിടെ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട്, അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്, അത് ചേഞ്ച് സോഴ്സ് കൊടുക്കുന്നു. ബ്രൗസ് ഡെസ്ക്ടോപ്പ്, ഓപ്പൺ, ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ആ ഫോൾഡർ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ക്വറീസ് ആൻഡ് കണക്ഷൻസ് എന്ന ഗ്രൂപ്പിൽ റീഫ്രഷ് ആൾ അതിൽ ക്ലിക്ക് ചെയ്യാം. കുറച്ച് സമയമെടുക്കും. അതിനുശേഷം ഇവിടെ 2 പിവോട്ട് ടേബിൾ ഉണ്ട്. അതിലെല്ലാ ഡാറ്റയും ജനറേറ്റ് ആയി വരുന്നതാണ്. അതായത് ടോട്ടൽ കമ്പാർട്ട്മെൻറ്റിലെ ഇമ്പ്രൂവ്മെൻറ്റ് സെക്കൻഡ് ഇയർ 3ലുള്ള രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ എണ്ണം ടോട്ടൽ 466 സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോന്നിലും കമ്പാർട്ട്മെൻറ്റിൽ 50 സബ്ജക്റ്റ്, ഇമ്പ്രൂവ്മെൻറ്റ് 458, സെക്കൻഡ് ഇയർ, അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ കമ്പാർട്ട്മെൻറ്റിൽ ഓരോ സബ്ജക്റ്റ് എത്ര സബ്ജക്റ്റുകളുണ്ട് ആ സബ്ജക്റ്റുകളുടെ ലിസ്റ്റ്, ഓരോ സബ്ജക്റ്റിനും എത്ര കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റ്, അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ സെക്കൻഡ് ഇയർ. അതുകൂടാതെ പിവോട്ട് ടേബിളിൽ വന്നിട്ടുള്ള ഈ കൗണ്ടുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് എക്കണോമിക്സ് 9 കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ കുട്ടികളാണെന്ന് അറിയാൻ ആ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ ഷീറ്റ് ജനറേറ്റ് ചെയ്ത് വരും. അതിൽ ഈ എക്കണോമിക്സിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണാം. എക്സലിലെ പവർ കവർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പഴയ വെർഷനിൽ ഇത് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. പവർ കവർ എക്സലിൻ്റെ കൂടെ വന്നത് 2016 വെർഷൻ മുതലാണ്. 2010ലും 13ലും നമുക്കത് പവർ കവർ നമുക്ക് അഡീഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ പഴയ വെർഷനിൽ കിട്ടുമെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എക്സലിൻ്റെ 2021 വെർഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക.